സജ്ജനങ്ങളെ, ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുമല്ലോ. പ്രണയവിവാഹമുണ്ടാകുന്നത് ജീവിതത്തിൽ നമ്മുടെയൊക്കെ അടുത്ത ബന്ധുക്കളോ മകനോ മകളോ ചെറുമക്കളോ എന്നിവരുടെയൊക്കെ വിവാഹം വളരെ പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും കാത്തിരിക്കുന്നൊരു സവിശേഷ സന്ദർഭമാണല്ലോ. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഒരിക്കലും ചേരാൻ കഴിയാത്ത ചില പ്രണയബന്ധത്തിൽ ചെന്ന് ചേരുന്ന കാഴ്ച നമ്മൾ പലവരും കണ്ടിട്ടുണ്ട്. എത്രയൊക്കെ ഉപദേശിച്ചിട്ടും അതൊന്നും കേൾക്കാതെ പ്രണയബന്ധത്തിൽ ചെന്ന് ചേരുകയും ജീവിതം ദുരന്തമാവുകയും ചെയ്ത ഒട്ടേറെ ജീവിതങ്ങൾ നമ്മൾ ചുറ്റുപാടും കാണുന്നുമുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് ജ്യോതിഷത്തിൽ പലവിധ കാരണങ്ങൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും കാര്യങ്ങളിൽ കർമ്മഫലങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. തങ്ങളുടെ മുജ്ജന്മത്തിലായാലും കർമ്മകടങ്ങൾ തീർക്കാത്ത പക്ഷം പ്രണയത്തിലായാലും വിദ്വേഷത്തിലായാലും ആ ആത്മാക്കളെ പിന്നീടുള്ള ജന്മങ്ങളിലും കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. പ്രണയത്തിൽപ്പെടുന്നതിനുള്ള മറ്റൊരു ഘടകം അവരുടെ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ്. നിങ്ങളുടെ ഗ്രഹാധിപന്മാർക്ക് എതിർ വ്യക്തിയുടെ ഗ്രഹങ്ങളോട് ആകർഷണം തോന്നുകയും അങ്ങനെ ആ ആളുകളോട് നിങ്ങൾക്ക് ആകർഷണവും പ്രണയവും തോന്നുകയും ചെയ്യുന്നു. അവരും നിങ്ങളും ഒരേ ഗ്രഹകാലഘട്ടത്തിലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ആകർഷണം നിലനിൽക്കും. അവരുടെ ചക്രം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ സ്ഥാനം മാറുമ്പോൾ ആ ആകർഷണം അപ്രത്യക്ഷമാകുന്നു. ചുരുക്കത്തിൽ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസംക്രമണം കാരണം ബന്ധങ്ങൾ രൂപപ്പെടുകയും തകരുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ ഗ്രഹങ്ങളുടെ പ്രവർത്തനവും നമ്മുടെ ജാതകത്തെ രൂപപ്പെടുത്തുന്നതിൽ അവയുടെ സ്വാധീനവും മനസ്സിലാക്കുവാൻ ജ്യോതിഷം നമ്മെ സഹായിക്കുന്നുണ്ട്. പ്രണയം, വിവാഹം, കാമം എന്നിവ നിയന്ത്രിക്കുന്നത് ശുക്രഗ്രഹമാണ്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ വിജയപരാജയങ്ങൾക്ക് ഉത്തരവാദിയായ ഗ്രഹമാണിത്. ശുക്രൻ പുരുഷന്മാരുടെ വിവാഹ സാധ്യതകൾ നിയന്ത്രിക്കുന്നു. സ്ത്രീകളുടെ വിവാഹ സാധ്യതകൾ ചൊവ്വയും വ്യാഴവുമാണ് നിയന്ത്രിക്കുന്നത്. സ്ത്രീകളുടെ ജാതകത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു ഗ്രഹമാണ് സൂര്യൻ. സൂര്യൻ്റെ സ്ഥാനം ഒരു സ്ത്രീയുടെ ഭർത്താവുമായുള്ള ബന്ധത്തെ ബാധിക്കുന്നു. സൂര്യൻ 7ാം ഭാവത്തിൽ നിന്നാൽ ഭർത്താവുമായി വേർപിരിയാനുള്ള സാധ്യത വരെയുണ്ട്. പുരുഷ ജാതകത്തിൽ ചന്ദ്രനും ഒരേ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ചന്ദ്രൻ ശനിയെ സ്വീകരിക്കുന്നത് വിവാഹത്തിന് കാലതാമസമുണ്ടാകുന്നു. ഒരു പുരുഷ ജാതകത്തിൽ ചന്ദ്രൻ ശക്തനാണെങ്കിൽ അത് ജീവിതത്തിൽ സുന്ദരിയായ ഭാര്യയെ വരെ കൊണ്ടുതരുന്നു. ജാതകത്തിലെ 7ാം ഭാവം സ്നേഹത്തിൻ്റെയും ദാമ്പത്യ ഐക്യത്തിൻ്റെയും അധിപനാണ്. ഇത് പ്രണയത്തെയും വിവാഹത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഭർത്താവിൻ്റെ ശാരീരിക രൂപം, നിറം, സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ഭാവം നൽകുന്നു. 5ാം ഭാവം ശരിയായ ദാമ്പത്യത്തിൽ അവസാനിക്കാത്തൊരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ 5ാം ഭാവം ശക്തമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതാകുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. ശക്തമായ 7ാം ഭാവം സന്തോഷവും അനുഗ്രഹീതവുമായ ദാമ്പത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജാതകത്തിലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനമാണ് പ്രധാനമെന്ന് മനസ്സിലായി കാണുമല്ലോ. ചന്ദ്രനും സൂര്യനും നല്ല സ്ഥാനത്താണെങ്കിൽ ദമ്പതികൾക്കിടയിൽ സന്തോഷവും ഐക്യവും പ്രതീക്ഷിക്കാം. ജാതകത്തിൽ നിങ്ങളുടെ ശുക്രന് മൗഢ്യമാണെങ്കിൽ അത് കുടുംബജീവിതത്തെ നശിപ്പിക്കും. ദമ്പതികൾക്കിടയിൽ വിവാഹം അധികകാലം നിലനിൽക്കില്ല. ദമ്പതികൾക്കിടയിൽ പ്രണയം രൂപപ്പെടുന്നതിൽ ദോഷഗ്രഹങ്ങളും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ജാതകത്തിൽ ഗുണകരമായ ഗ്രഹങ്ങൾക്ക് തുല്യമായി തന്നെ ദോഷഗ്രഹങ്ങളുടെ സ്വാധീനവുമുണ്ടെങ്കിൽ അത് അസാധുവാകും. കൂടാതെ ഒരു ദോഷവും ഉണ്ടാക്കില്ല. അതിനാൽ ഒരു ജാതകത്തിന് മറ്റു ജാതകത്തിന് പൂരകമായ ചില സ്പന്ദനങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ആകർഷണം മൂലമാണ് ബന്ധങ്ങൾ രൂപപ്പെടുന്നത് തന്നെ. സ്ത്രീയും പുരുഷനും തമ്മിൽ ആകർഷിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന കോമള ഭാവമാണല്ലോ പ്രേമം. ശാരീരിക ആകർഷണം തന്നെയാണ് ഒന്നാമതായി പ്രേമത്തിന് ആധാരം. എന്നാൽ എല്ലാവരിലാലും പ്രേമപരമായി ആകർഷിക്കപ്പെടാറില്ല. വ്യക്തികൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് ജ്യോതിഷ പ്രമാണങ്ങളുണ്ട്. സാധാരണ യൗവനപ്രായത്തിലാണ് പ്രേമഭാവന അങ്കുരിക്കുന്നത്. എങ്കിലും മധ്യവയസ്സിലും വൃദ്ധാവസ്ഥയിൽ പോലും കാമദേവൻ്റെ പുഷ്പബാണം കൊണ്ട് വിവശരായവരുടെ കഥകൾ പുരാണങ്ങളിൽ പോലുമുണ്ട്. മഹാഭാരതത്തിലെ ശന്തനു മഹാരാജാവിൻ്റെ കാര്യം തന്നെ ഇതിനു ഉദാഹരണമല്ലേ. പ്രേമവിവാഹത്തിൻ്റെ ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. 5ാം ഭാവത്തിൻ്റെയും 7ാം ഭാവത്തിൻ്റെയും അധിപന്മാർ രാശി പരിവർത്തനം ചെയ്തു നിൽക്കുന്നത്. 5-7 ഭാവാധിപന്മാർ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത്. 5-7 ഭാവാധിപന്മാർ യോഗം ചെയ്തു നിൽക്കുന്നത്. 5ലോ 7ലോ ഭാവാധിപന്മാർ 12ാം ഭാവാധിപനുമായി രാശി പരിവർത്തനം, പരസ്പര ദൃഷ്ടി, യോഗം
ഇവയിലൊന്നുണ്ടാകുന്നത്. ചൊവ്വയും ശുക്രനും പരസ്പര ദൃഷ്ടിയിൽ നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ ശുക്ര ചന്ദ്രയോഗം സംഭവിക്കുന്നത്. ശുക്രനും 5-ാം ഭാവാധിപനുമായുള്ള യോഗ ദൃഷ്ടികൾ. ഇവയെല്ലാമാണ് പ്രേമവിവാഹ ലക്ഷണങ്ങൾ. പ്രസ്തുത ലക്ഷണങ്ങൾക്ക് ലഗ്നവുമായോ ലഗ്നാധിപനുമായോ എന്തെങ്കിലും വിധത്തിൽ സംബന്ധമുണ്ടായാൽ പ്രേമവിവാഹത്തിന് പ്രാബല്യം കൂടും. ലഗ്നരാശി കൊണ്ടും ഈ വിഷയം ചിന്തിക്കണം. ജലരാശികളായ കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാർ പ്രണയഭാവാധിക്യമുള്ളവരും വിഷാസക്തി കൂടുതലുള്ളവരുമായിരിക്കും. 5-ാം ഭാവാധിപൻ 12-ലോ 12-ാം ഭാവാധിപൻ 5-ലോ നിന്നാൽ ജാതകൻ്റെ 2-ാം വിവാഹം പ്രേമവിവാഹമായിരിക്കും. 5-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ സ്വഭാര്യയെ കൂടാതെ വേറൊരു സ്ത്രീയെ കൂടി സ്നേഹിക്കുന്നവനാകാം. 7-ാം ഭാവത്തിൽ 7-ാം ഭാവാധിപൻ്റെ കൂടെയുള്ള ശുക്ര ശനി ശുക്ര രാഹു യോഗങ്ങൾ അന്യജാതിയിലുള്ള പ്രേമബന്ധ ലക്ഷണങ്ങളാണ്. പ്രേമനൈരാശ്യം സംഭവിക്കുന്നത് 5-ൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയും 5-ാം ഭാവാധിപൻ ലഗ്നകേന്ദ്രത്തിലോ ത്രികോണത്തിലോ ശുഭഗ്രഹദൃഷ്ടിയോടെ നിൽക്കുകയും ചെയ്താൽ സഫലമായ പ്രേമമുണ്ടാകും. മറിച്ചായാൽ പ്രേമ നൈരാശ്യവും. ശുക്രനെ പോലെ തന്നെ രാഹുവും പ്രേമഭാവകത്വമുള്ള ഒരു ഗ്രഹമാണ്. 7-ാം ഭാവം ശുഭക്ഷേത്രമായി അതിൽ ബലവാനായ രാഹു ശുഭഗ്രഹദൃഷ്ടനായി നിന്നാൽ പ്രേമവിവാഹം നടത്തിച്ചു കൊടുക്കും. ദുർബലനായ രാഹു പ്രേമമുണ്ടാക്കുമെങ്കിലും നൈരാശ്യത്തിലേക്കോ നിത്യം ഇഷ്ടക്കേടുകൾ നിറഞ്ഞ അസംതൃപ്തമായ ദാമ്പത്യത്തിലോ എത്തിക്കും. സ്ത്രീ ജാതകത്തിൽ 6, 8, 12-ൽ ഭാവാധിപത്യമോ ആ ഭാവങ്ങളിൽ നിൽക്കുന്നതായ ശനിയുടെ യോഗമോ ദൃഷ്ടിയോ 7-ാം ഭാവത്തിനോ 7-ാം ഭാവാധിപനോ ഉണ്ടായാൽ പ്രേമനൈരാശ്യം കൂടാതെ സമുദായത്തിൽ ചീത്തപ്പേരും കൂടി ഉണ്ടാക്കും. 7-ാം ഭാവാധിപനോ ചന്ദ്രലഗ്നാധിപനോ 7-ാം ഭാവത്തെ ദൃഷ്ടി ചെയ്താൽ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടും, പക്ഷേ വിവാഹത്തിൽ എത്തണമെന്നില്ല. ഇങ്ങനെ പ്രേമവിവാഹ ലക്ഷണങ്ങൾ പലതും ജ്യോതിഷ ശാസ്ത്രത്തിലുണ്ട്. ഈ വിഷയത്തിൽ ഫലനിർണയത്തിലെത്തുന്നതിന് മുമ്പ് ജാതകത്തിൽ പ്രബലമായ അല്പായുസ് ലക്ഷണങ്ങളോ അവിവാഹിത യോഗങ്ങളോ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന രുദ്രവീണ എന്ന ഈ ചെറിയ ചാനലിനെ പിന്തുടരാൻ മറക്കില്ലല്ലോ.